പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ US സന്ദർശനത്തിനെ പറ്റി ഒരുപാട് വിവാദങ്ങൾ ഇപ്പോൾ ഉയർന്നു വന്നിട്ടുണ്ട്. അദ്ദേഹം അവിടെ സന്ദർശിക്കുമ്പോഴാണ് ആളുകളെ ചെങ്ങലക്കിട്ട് നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവിട്ടത് എന്നത് മുതൽ തുടങ്ങുന്നു ആ വിവാദം. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അവിടെ പോയതോടുകൂടി ഡൊണാൾഡ് ട്രംപിനെ മാത്രമല്ല എലോൺ മസ്കിനെയും അദ്ദേഹം കണ്ട് വന്നപ്പോൾ മസ്ക് ഉടനെ തന്നെ ലക്ഷക്കണക്കിന് ആളുകൾക്ക് ജോലി കിട്ടാവുന്ന പുതിയ സ്ഥാപനങ്ങൾ ഇന്ത്യയിൽ തുടങ്ങാൻ പോകുന്നു എന്ന ആഹ്ലാദകരമായ ഒരു വാർത്ത ഇവിടെ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ടു. പ്രത്യേകിച്ചും പ്രധാനമന്ത്രിയുടെ പിന്തുണയ്ക്കുന്ന ആളുകൾ, അദ്ദേഹത്തിന്റെ പിന്തുണക്കാർ ആണ് അത് വ്യാപകമായി പ്രചരിപ്പിച്ചത്. അതൊരു രാഷ്ട്രീയ ആയുധമാക്കി അവർ ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. പ്രധാനമന്ത്രി മഹാനാണ്. പക്ഷെ മറ്റേ ചോദ്യത്തിന് മറുപടിയില്ല. കൈയും കാലും കെട്ടി ഇവിടെ കൊണ്ടുവന്നതിനെ ന്യായീകരിക്കുക, അതവിടെ നിൽക്കട്ടെ. പക്ഷെ എലോൺ മസ്ക് ഈ പ്രഖ്യാപനം നടത്തി. പക്ഷെ ഇപ്പോൾ കാണുന്നത് എന്താ? എലോൺ മസ്കിന് ഈ പറഞ്ഞ കാര്യം ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് വലിയ സംശയത്തിലാണ് കാര്യങ്ങൾ നിൽക്കുന്നത്. കാരണം എലോൺ മസ്ക് ഇവിടെ വെച്ച് ഉൽപ്പാദനം നടത്തുമ്പോൾ ട്രംപ് പറഞ്ഞ ഒരു പ്രധാന കാര്യം, മസ്കെ അങ്ങനെ അത്ര പെട്ടെന്ന് തീരുമാനിക്കേണ്ട, കാര്യങ്ങൾ കുറച്ച് കുഴപ്പത്തിലാണ്. എന്താ കാര്യം? ഇന്ത്യ കയറ്റി അയക്കുന്ന വസ്തുക്കൾക്ക് വലിയ തോതിലുള്ള തീരുവ ഏർപ്പെടുത്താൻ തീരുമാനിച്ചു. ഇന്ത്യയിലേക്ക് കൊണ്ടുവരുമ്പോൾ അതിന് ഏർപ്പെടുന്ന തീരുവ എന്തോ അതിന് സമാനമായ തീരുവ അങ്ങോട്ടും ഏർപ്പെടുത്തും എന്നാണ് ഇന്ത്യക്കും ചൈനയ്ക്കുമുള്ള മുന്നറിയിപ്പ്. അങ്ങനെ ഇന്ത്യ അങ്ങോട്ട് കയറ്റി അയക്കുന്നത്, കാരണം അമേരിക്ക ഒരു വലിയ മാർക്കറ്റാണ്. എലോൺ മസ്ക് ഉണ്ടാക്കുന്ന സംഗതികൾ അമേരിക്കയ്ക്കാണ് പ്രധാനമായും പോകുന്നത്. അമേരിക്ക അതിന് ഈക്വൽ താരിഫ് ഏർപ്പെടുത്തിയാൽ പിന്നെ എലോൺ മസ്കിന് ഇവിടെ വന്ന് നടത്തുന്നതിൽ വലിയ അർത്ഥമൊന്നും ഉണ്ടാവില്ല. അദ്ദേഹത്തിന്റെ ബിസിനസ് അത്ര എളുപ്പം വളരില്ല. അപ്പോൾ എലോൺ മസ്കിന് ഉള്ള ഒരു മുന്നറിയിപ്പാണ് യഥാർത്ഥത്തിൽ ട്രംപ് കൊടുത്തത്. ഇന്ത്യയും ചൈനയും അദ്ദേഹത്തിന്റെ ടാർഗറ്റ് 2 രാജ്യങ്ങളാണ്. ഈ 2 രാജ്യങ്ങൾക്കും പകരത്തിന് പകരം തീരുവ, റെസിപ്രോക്കൽ ടാക്സേഷൻ അല്ലെങ്കിൽ സെസ്, അത് വരും. അങ്ങനെ വന്നാൽ ഇവിടെ ഒരു വ്യവസായം നടത്തി വിജയിപ്പിക്കാൻ പറ്റില്ല. ഇപ്പോൾ അമേരിക്കയ്ക്ക് ചെറിയ ഇറക്കുമതി തീരുവയേ ഉള്ളൂ, ഇന്ത്യക്ക് വലിയ ഇറക്കുമതി തീരുവയാണ്. അപ്പോൾ അത് കണക്കിലെടുക്കുമ്പോൾ ഒന്നുകിൽ ഇന്ത്യ തീരുവ ഒഴിവാക്കണം, ഇറക്കുമതി തീരുവ ഒഴിവാക്കണം. ഇന്ത്യ ഇറക്കുമതി തീരുവ ഒഴിവാക്കിയാൽ ഇന്ത്യയുടെ വരുമാനത്തിൻ്റെ നല്ലൊരു പങ്ക് സർക്കാരിൻ്റെ വരുമാനത്തിന് ഇല്ലാതാവും. മാത്രമല്ല അവരിവിടുന്ന സാധനങ്ങൾ കൊണ്ടുവരുന്നതുകൊണ്ട് ഇന്ത്യയിൽ ഇപ്പോൾ ഉള്ള വ്യവസായങ്ങൾ പലതും പൂട്ടിപ്പോകും. അതിന് പകരം ഇന്ത്യയിൽ വ്യവസായങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ മേക്ക് ഇൻ ഇന്ത്യ എന്നൊക്കെ പറയുമെങ്കിലും അതൊക്കെ വളരെ കുറവാണ്. മറിച്ച് എലോൺ മസ്കിന്റെ പോലെയുള്ള പ്രത്യേകിച്ചും സോഫ്റ്റ്വെയർ അതുപോലെയുള്ള വ്യവസായങ്ങളിലൂടെ വരുമ്പോൾ അത് നഷ്ടത്തിലാവാനാണ് സാധ്യത. ഇത് മറ്റാരേക്കാൾ നന്നായിട്ട് എലോൺ മസ്കിന് അറിയാം. അപ്പോൾ ട്രംപും എലോൺ മസ്കും തമ്മിൽ ഇക്കാര്യത്തിൽ ഒരു ധാരണയിലെത്തിയാൽ ഇന്ത്യയിലേക്ക് വ്യവസായം വരില്ല. നമ്മൾ ഈ കൊട്ടിക്കൊടിച്ചതൊക്കെ വെറുതെയായി പോകാനാണ് സാധ്യത എന്നാണ് നമുക്ക് തോന്നുന്നത്. കാരണം ട്രംപിന് അങ്ങനെ ഇന്ത്യയിലേക്ക് വ്യവസായം കൊണ്ടുവരുന്നതിൽ താല്പര്യമില്ല. ട്രംപ് ആഗോളവൽക്കരണത്തിൻ്റെയൊക്കെ ആളായിരുന്നു ഒരു കാലത്ത് അമേരിക്കയെങ്കിൽ ഇപ്പോൾ ആഗോളവൽക്കരണത്തിന് ഏറ്റവും എതിരായിട്ടുള്ള ഒരു നിലപാടാണ് നാഷണലിസം എന്ന് പറയുന്ന ഒരു നിലപാടാണ് എടുക്കുന്നത്. മുമ്പ് നാഷണലിസം രാഷ്ട്രീയത്തിലും ഗ്ലോബലിസം സാമ്പത്തിക നയങ്ങളിലുമായിരുന്നു വന്നിരുന്നത്. ഇന്ത്യയിലൊക്കെ അങ്ങനെയാണ്. നമ്മൾ ഗ്ലോബലൈസ് ചെയ്തു, ലിബറലൈസ് ചെയ്തു, അല്ലെങ്കിൽ പ്രൈവറ്റൈസ് ചെയ്തു, അതിനുവേണ്ടി ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അമേരിക്ക കൂടുതൽ കൂടുതൽ നാഷണലിസ്റ്റിക് ആവുകയും, ഇപ്പോൾ ചൈനയോട് മാത്രമല്ല, ഇന്ത്യയോട് മാത്രമല്ല, മറ്റു പല രാജ്യങ്ങളോടും, യൂറോപ്പിലും അതുപോലെ മെക്സിക്കോയ്ക്കും അത് തോതിലുള്ള വലിയ ഡ്യൂട്ടി സ്ട്രക്ചർ വരികയാണ്. എന്ന് പറഞ്ഞാൽ ദേശീയ ഉൽപ്പാദനം സംരക്ഷിക്കപ്പെടുക, അവിടെയുള്ള ആളുകൾക്ക് കൂടുതൽ തൊഴിൽ കിട്ടുക എന്നതാണ് ലക്ഷ്യം. അങ്ങനെ വരുമ്പോൾ ഇന്ത്യയിൽ വന്ന് മസ്കിനെ പോലെ ഒരാൾ നിക്ഷേപം നടത്തുന്നതിന് അമേരിക്ക അനുകൂലമാവില്ല, ട്രംപ് അനുകൂലമാവില്ല. മുമ്പത്തെ ആഗോളവൽക്കരണം എന്ന് നമ്മൾ പറഞ്ഞിരുന്ന സംഗതി, ക്യാപിറ്റൽ ഫ്രീ ആയി ലോകം മുഴുവൻ ഒഴുകുക എന്നുള്ളൊരു സംഗതി, അത് നടക്കാൻ പോകുന്നില്ല. അത് ഏതാണ്ട് ആഗോളവൽക്കരണത്തിന്റെ അവസാന ഘട്ടത്തിലേക്കാണ് ഇപ്പം നമ്മൾ എത്തുന്നത്. അതിന് ഇപ്പോൾ പ്രൈവറ്റൈസ് എത്ര ഉദാരമായി ഇന്ത്യ പെരുമാറിയാലും ഇന്ത്യയിൽ വന്നൊരു വ്യവസായം നടത്തി അതിൻ്റെ ഉൽപ്പന്നം അമേരിക്കയിൽ വിൽക്കുക എന്നത് സാധ്യമല്ല എന്ന് തന്നെയാണ് ട്രംപ് പറയുന്നത്. അതുകൊണ്ട് എലോൺ മസ്കിനെ കണ്ടു മോഡി എന്തോ വലുതായി ഇവിടെ കൊണ്ടുവന്നു എന്നൊക്കെ പറയുന്നത് നടന്നാൽ മാത്രമേ സത്യമാണെന്ന് വിശ്വസിക്കാൻ കഴിയൂ. ഞാൻ പ്രതീക്ഷിക്കുന്നില്ല അങ്ങനെ വലിയൊരു വളർച്ച ആ മസ്ക് ഇവിടെ കൊണ്ടുവന്ന് ഉണ്ടാക്കുമെന്ന്.